ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കോപ്പാഡോ ബ്രസീലിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു കിടിലൻ മത്സരമാണ് ബ്രസീലിയൻ ആരാധകരെ കാത്തിരിക്കുന്നത്. നെയ്മറുടെ ക്ലബ്ബായ സാന്റോസിൻ്റെ എതിരാളികൾ കരുത്തരായ പാൽമിറാസ് ആണ്. ഓഗസ്റ്റ് 26 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം നടക്കുക. പാൽമിറാസിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഇതുവരെ പാൽമിറാസിൻ്റെ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടില്ല. കാരണം അത് ആർട്ടിഫിഷ്യൽ ടർഫാണ്, അഥവാ അത് കൃത്രിമമായി നിർമ്മിച്ച ഒരു ടർഫാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് അല്ല. അവിടെ കളിച്ചാൽ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ടർഫുകളിൽ നെയ്മർ ജൂനിയർ കളിക്കാറില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു മത്സരം അത് ആ ആർട്ടിഫിഷ്യൽ ടർഫിൽ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിൽ കളിക്കാൻ നെയ്മർ ജൂനിയർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിക്കവാറും ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നിലവിൽ നെയ്മർ കരുതുന്നത് ഫിസിക്കലി താൻ ഇംപ്രൂവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് സമീപകാലത്ത് മികച്ച രൂപത്തിലുള്ള ഒരു ഫിസിക്കൽ കപ്പാസിറ്റി കൈവരിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ സീസൺ അവസാനിക്കുമ്പോഴേക്കും പരമാവധി മത്സരങ്ങൾ കളിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി നെയ്മർ ജൂനിയർക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും പാൽമിറാസിനെതിരെയുള്ള ആ മത്സരത്തിൽ ആ സിന്തറ്റിക് ടർഫിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അക്കാര്യത്തിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ നിലവിൽ നെയ്മർ ജൂനിയർക്ക് കളിക്കാൻ താല്പര്യമുണ്ട്, അദ്ദേഹം ഒരുക്കമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെയ്മർ ഇല്ലെങ്കിൽ ഇപ്പോൾ സാന്റോസിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നെയ്മർ ഇല്ലാത്ത ഭൂരിഭാഗം മത്സരങ്ങളിലും സാന്റോസ് പരാജയപ്പെടുകയാണ്, അതല്ലെങ്കിൽ സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും വിജയ സാധ്യതകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നെയ്മർ കളിക്കണം എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സാന്റോസ് ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.